ഹായ്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കേരള സാരിയുടെ ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിനും അല്ലെങ്കിൽ പൂജയ്ക്കും അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും കേരള സാരി ഇല്ലാതെ ഒരു ഫെസ്റ്റിവൽ നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല. ഓണമായാലും വിഷു ആയാലും അല്ലെങ്കിൽ അമ്പലങ്ങളിലായാലും പൂജകളിലായാലും ഒക്കെ നമ്മൾ കേരള സാരി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അപ്പോൾ കേരള സാരിയുടെ ഹിസ്റ്ററി ഇതുവരെ എത്ര ആൾക്കാർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് സത്യമാണോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനൊരു കന്നഡ ചാനലിലാണ് ഇതാദ്യമായിട്ട് ഞാൻ ഈ ഹിസ്റ്ററി കേൾക്കണത്. അത് എൻ്റെ ഒരു കന്നഡ ഫ്രണ്ടാണ് എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. എനിക്ക് പോലും അറിയാത്ത ഒരു സ്റ്റോറി ആയിരുന്നു ഈ ഇത് കേരള സാരിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആയ നമ്മുടെ ആദ്യ ഗുരുവായ ശങ്കരാചാര്യർ കാലടിയിലെ അവരുടെ ഒരു കാലടിയിൽ അവർ ഒരു സെൻറ്റർ സ്ഥാപിക്കും. അത് സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇതേമാതിരിയുള്ള കുറേ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു സ്ഥലമാണ് കാലടിയിലുള്ളത്. മധുര മീനാക്ഷി, ഹൊറനാടു, മൂകാംബിക, ശൃംഗേരി, ശാരദാപീഠം ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ സനാതനധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അതിൻ്റെ സെൻറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം ഈ സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യർ ക്ഷേത്ര സഞ്ചാരത്തിന് പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് അവിടുത്തെ ആ ഗ്രാമവാസികളും എല്ലാവരും കൂടിയിട്ട് അമ്മേനെ വെള്ളസാരി ഉടുപ്പിക്കുകയും ശങ്കരാചാര്യർ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ വെള്ളസാരി ഉടുത്തിരിക്കണ അമ്മേനെ കാണാൻ ഇടയാവുമ്പോൾ ആ ദേഷ്യത്തിൽ അദ്ദേഹം ശപിച്ചു എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ ശാപം ഇങ്ങനെയായിരുന്നു: കേരളത്തിലുള്ള സ്ത്രീകൾ വെള്ളസാരി ഉടുത്തിട്ടാവട്ടെ എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യാൻ എന്നാണ് അദ്ദേഹം ശപിച്ചത് എന്നാണ് പറയണത്. അതിനുശേഷമാണ് നമ്മുടെ കേരള സാരി കേരളത്തിൽ ഇത്രയും പ്രചാരമായതും കേരളത്തിലെ എല്ലാ വിശേഷ ദിവസങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡ്രസ്സായിട്ട് കേരള സാരി മാറി എന്നാണ് പറയണത്. അപ്പോൾ കേരള സാരിയുടെ സ്റ്റോറി ഇതാണ്. കേരള സാരി ഇല്ലാതെ ഇതിനെ പറ്റിയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. നമ്മുടെ എല്ലാ ഫെസ്റ്റിവലിനും അല്ലെങ്കിൽ എല്ലാ പൂജകൾക്കും നമ്മൾ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് നമ്മുടെ കേരള സാരി. അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, അത്രയും ഭംഗിയാണ് ആ കേരള സാരിക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലെ സ്റ്റോറി. സോ താങ്ക് യു.